ഈ ഡെലിവറിക്ക് ശേഷം എൻ്റെ കഴുത്തിൻ്റെ ചുറ്റും മുഴുവൻ കറുത്തിരിക്കുകയാണ്, ഞാൻ അയൺ ടാബ്ലറ്റ് ഇനി എടുക്കുന്നില്ല ഡോക്ടറെ എന്ന് പറയുന്ന പേഷ്യൻസിനെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളോട് എനിക്ക് പറയാനുള്ളത്, ഈ ഡെലിവറിക്ക് ശേഷം ഒരു വലിയൊരു കോസ്മെറ്റിക് കൺസേൺ തന്നെയാണ് ഒരു ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ എങ്കിലും അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഈ അയൺ ടാബ്ലറ്റ് എടുക്കുന്നത് കൊണ്ടല്ല. ഹോർമോണൽ ചേഞ്ചസ്, അതായത് നമ്മുടെ ശരീരത്തിൽ ഈസ്ട്രജൻ പ്രൊജസ്ട്രോൺ കൂടുമ്പോൾ മെലാനിൻ്റെ പ്രൊഡക്ഷൻ കൂടുന്നു, അതുകൊണ്ട് തന്നെ അവിടെ കൂടുതൽ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ വരാം. അതുപോലെ ഈ സമയത്തുണ്ടാകുന്ന ഇൻസുലിൻ റെസിസ്റ്റൻസ്, ഓവർ വെയിറ്റ് ഉള്ളവർക്ക് അവിടെ ഉണ്ടാകുന്ന സ്കിൻ ഫ്രിക്ഷൻ, ഇതൊക്കെ തന്നെയാണ് ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ്റെ കാരണം. അതുകൊണ്ട് നിങ്ങൾ അയൺ ടാബ്ലറ്റ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാതിരിക്കുക. പോസ്റ്റ് ഡെലിവറി, അതായത് ഡെലിവറിക്ക് ശേഷം കൂടുതൽ സ്കിൻ ഹൈജീൻ ക്ലെൻസേഴ്സ് യൂസ് ചെയ്യാൻ വേണ്ടി നമുക്ക് നാച്ചുറലായിട്ട് തന്നെ ഇപ്പോൾ പച്ചമഞ്ഞളോ അല്ലെങ്കിൽ മഞ്ചട്ടിയൊക്കെ പൊടിച്ചത് നമുക്ക് പാലിലോ തൈരിലോ ഒക്കെ ചേർത്ത് കഴുത്തിൽ കുറച്ച് നേരത്തേക്ക് ഒരു ലേപം പോലെ ഇടാം. ഒരു 10 to 15 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് അത് കഴുകിക്കളയാം. ഈ സമയത്ത് നിങ്ങൾ ധാരാളം വെള്ളം കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ വൈറ്റമിൻ സി അടങ്ങിയ നമ്മുടെ നെല്ലിക്ക, അതുപോലെ സിട്രസ് ഫ്രൂട്ട്സ് ഒക്കെ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. വൈറ്റമിൻ ഇ അടങ്ങിയ ആൽമണ്ട്സ് പോലുള്ളവ, സീഡ്സ്, നട്ട്സ് ഇവ ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ ധാരാളം ഗ്രീൻ ലീഫ് വെജിറ്റബിൾസ്, പച്ചില കറികളൊക്കെ ധാരാളം ആഹാരത്തിൽ ഉൾപ്പെടുത്തുക. നാച്ചുറലായിട്ട് നമുക്ക് വെയിറ്റ് മാനേജ്മെൻറ്റിൻ്റെ ഒരു മെത്തേഡ്സ് നമ്മൾ ഫോളോ ചെയ്യുക, റെഗുലർ എക്സസൈസ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ തന്നെ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാനേജ്ഡ് ആവും. ഇതൊന്നുമില്ലാതെ തന്നെയും നാച്ചുറലി നമ്മൾ ആ ഒരു പ്രഗ്നൻസി പീരീഡ് കഴിഞ്ഞ് നോർമൽസിയിലേക്ക് എത്തുമ്പോൾ ഹോർമോൺ ലെവൽ മെയിൻറ്റെയിൻഡ് ആവുന്ന സമയം കൊണ്ട് തന്നെ ഈ ബ്ലാക്കിഷ് ഡിസ്കളറേഷൻ മാറുന്നതായിരിക്കും. ഇതൊക്കെ തന്നെയും നമ്മളുടെ ഈ അണ്ടർ ആംസിലും അതുപോലെ തന്നെ നെക്കിലും ഒക്കെ വരുന്ന ഡാർക്ക് പാച്ചസും അതുപോലെ മെലാസ്മ പോലെ ഡാർക്ക് പാച്ചസ് ഫേസിലൊക്കെ വരുന്ന ഡാർക്ക് ഡിസ്കളറേഷനൊക്കെ മാറാനായിട്ട് ഇത്തരം ആഹാരവും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക.